പരിപ്പ് കൊണ്ട് ദോശയ്ക്കും ഇഡ്ഡലിക്കും വേണമെങ്കിൽ ചോറിനും കൂട്ടാം കേട്ടോ. അങ്ങനെ ഉള്ള ഒരു പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്യിലോ വെളിച്ചെണ്ണയിലൊക്കെ ചാലിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കഴിക്കുക. അതിന് വേണ്ടിയിട്ട് നല്ല ഒരു ചീനച്ചട്ടി എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ചീനച്ചട്ടി വേണേ. നമ്മൾ വറുത്താണ് എടുക്കുന്നത്, അപ്പോൾ കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സാണ് ഞാനിപ്പോൾ അളവ് ഗ്ലാസ് ആയിട്ട് എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കതിലേക്ക് ചെറുപയർ പരിപ്പില്ലേ, അതാണ് എടുക്കുന്നത്. കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസും കുറച്ചും കൂടെ ഒരു 1/4 ഗ്ലാസും, അപ്പോൾ 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് ഇത്. കാണുമ്പോൾ വൃത്തികേടൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ നമ്മൾ പൊടി ഉണ്ടാക്കുമ്പോൾ എന്തായാലും കഴുകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പ് എടുത്തിട്ട് അതിനി നമ്മൾ നല്ലോണം വറക്കണം. നമ്മൾ പായസമൊക്കെ വെക്കുമ്പോൾ ആദ്യം ഒന്ന് വറക്കൂലേ, ഒരു സ്മെല്ല് വരും, വെന്ത ഒരു സ്മെല്ല്. പിന്നെ ഇങ്ങനെ കടിച്ചാലൊക്കെ പൊട്ടുന്ന ഒരു പാകമാവും. കരിഞ്ഞു പോവാതെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. കുറച്ച് സമയം ഇളക്കിയാൽ ഇത് നല്ലോണം ഒരു മണവും പിന്നെ അതിൻ്റെ കളറൊക്കെ മാറി ഇങ്ങനെ ഒരു ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നിർത്താം. ഇതിപ്പോൾ ആയതുപോലെ ഉണ്ട് കേട്ടോ. നല്ല കളറൊക്കെ മാറിയില്ലേ, ചിലത് കരിയാനും തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അത് പാത്രം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഉണക്കി എടുക്കേണ്ട പാത്രമാണേ. വെള്ളേ പാടൂല കേട്ടോ. നമുക്കിത് ചൂടാറണം. അതിന് വേണ്ടിയിട്ട് ഇനി ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ എന്നിട്ട് അതേ ചീനച്ചട്ടി തന്നെ നമ്മൾ വേറെയും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലുള്ള പരിപ്പൊക്കെ മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടന്ന് പിന്നെയും ചൂടായിട്ട് കരിഞ്ഞ പോലെയാവും. അപ്പം എല്ലാം മാറ്റി ഒന്ന് തുടയ്ക്കുക വേണമെങ്കിൽ. എന്നിട്ട് ആ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള മുളകിൻ്റെ ഈ മൊത്തി കളയരുതേ. മൊത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി അരി വന്നിട്ട് ആ അരി കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് അധികമൊന്നും എരിവ് വേണ്ട, പൊടിയല്ലേ. എന്നിട്ട് അതൊന്ന് വറുത്തെടുക്കണേ. മുളക് വേഗാവും കേട്ടോ. നമ്മളുടെ ചീനച്ചട്ടി ഓൾറെഡി നല്ല ചൂടിലിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ മുളകൊന്ന് വേഗാവൂലേ, അതുകൊണ്ട് നമുക്കിത് വേഗം മാറ്റി വെക്കാം കേട്ടോ. ഈ വാരി എടുത്ത പാട് തന്നെ നമുക്ക് അതിൻ്റെ മൊത്തി കളയാൻ പറ്റൂല കേട്ടോ. അതവിടെ നിന്നോട്ടെ, നമുക്ക് ചൂടാറിയിട്ട് മൊത്തി കളയാം. ഇനി നമുക്ക് അതേ ചീനച്ചട്ടിയിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് പരിപ്പാണേ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ചുമന്ന പരിപ്പില്ലേ, മസൂർ ദാൽ, അതാണ് എടുത്തിട്ടുള്ളത്. 1/4 ഗ്ലാസ് മതി കേട്ടോ. വലിപ്പത്തിൽ തീരെ ചെറുതായതുകൊണ്ട് തന്നെ അതും വേഗമായി കിട്ടുവേ. കണ്ടില്ലേ, ചുമന്ന കളർ ഉണ്ടായിരുന്നതെല്ലാം കൂടെ മഞ്ഞ കളർ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതും കോരി വെക്കാം കേട്ടോ. ഇങ്ങനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അതൊന്നിങ്ങനെ ഇളക്കിയിടണം. ആവി ആവാതെ, ആവി വെള്ളം ഒന്നും വരാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വിടർത്തിയൊക്കെ ഇടണേ. നമ്മളുടെ സ്റ്റൗവ് ഗ്ലാസ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇത്രയും നേരമൊക്കെ ആകുമ്പോൾ നല്ലോണം ചൂടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലാസ് ഒന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓഫാക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. അടുത്തത് നമ്മൾക്ക് ഉഴുന്ന് 1/2 ഗ്ലാസോളം ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവൻ ഫുൾ ഉഴുന്നാണ് എടുത്തത്. അതും നന്നായിട്ട് വറുക്കുക. അതും ഇതിൻ്റെ കൂടെ വറുക്കുന്നതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടും, ഒരു സ്മെല്ലും വരും, അങ്ങനെയാണേ. നമ്മൾ 3 തരം പരിപ്പുകളും ഇട്ടു, കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടല, ഒരു 1/2 ഗ്ലാസ് ഇല്ല, 1/4 ഗ്ലാസ്സോളം കടലയില്ലേ, നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ കടല തന്നെ. ഇതിൻ്റെ ഉള്ളു വേവാൻ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് നമ്മൾ കുറച്ചധികം നേരം ഇളക്കണം. കടലേൻ്റെയും സ്മെല്ലും പിന്നെ അത് ഇളക്കുമ്പോഴുള്ള സൗണ്ടും എല്ലാം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് നല്ലോണം ഒരു പിടി കരിവേപ്പില ഇടാം കേട്ടോ. ഇത് കഴുകി ഉണക്കി എടുത്ത് വെക്കുന്ന കരിവേപ്പിലയാണേ. അതുകൊണ്ട് പിന്നെ കഴുകിയിട്ടുണ്ടെങ്കിൽ ശരിയാവൂല. ആദ്യമേ കരിവേപ്പില കഴുകി എടുത്ത് വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ കഴുകൂലേ, എന്നിട്ട് വെള്ളമൊക്കെ പോയിട്ടല്ലേ വെക്കുക. ആ കരിവേപ്പില ഇതൊരു ലേശം, ഒരു നുള്ള് ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കരിവേപ്പിലയും ജീരകവും, കരിവേപ്പില നല്ലോണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ലോണം ഒരു പിടി ഇട്ടിട്ടുണ്ടേ.
ഒരു നുള്ളു ജീരകം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിടണേ. ഉപ്പിനും ഒരു നനവുണ്ടാവും. അപ്പൊ അത്രയും പോലും നനവില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് നമ്മൾ വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിൽ കുറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ലേ. ഉപ്പ് എപ്പോഴും ലേശം കുറവാവുന്നതാണ് നല്ലത്. ഇത് മെയിൻ ആയിട്ടുള്ളതാണ്. ഒരു അര ഗ്ലാസിന്റെ താഴെ അരി, പച്ചരി വേണമെങ്കിൽ എടുക്കാം. ചോറ് വെക്കുന്ന അരി എടുക്കലില്ല കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ്. അതും നല്ലോണം വറുക്കുക. ചോറൊക്കെ ഇങ്ങനെ പൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ട് വരും. അതാവുമ്പോൾ അത് ഓഫാക്കി വെച്ചേക്കുക. നമ്മളുടെ ഈ മുളകൊക്കെ തണിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ മൊത്തിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇപ്പം ഈ ഇതില്ലേ, ഇത് അതിൻ്റെ കൂടെ ഇടണം കേട്ടോ. നമ്മൾ തീ ഓഫാക്കിയില്ല. ഇത് ഈ ചൂടുള്ള ചീനച്ചട്ടിയിലേക്ക് ഇടുകയാണ്. നമ്മളെ പരിപ്പ് ആദ്യം ഉണ്ടാക്കി വെച്ചേ. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കിയിട്ട് ഓഫാക്കി വെക്കാം. ഓഫാക്കിയിട്ട് നല്ലോണം ചൂടാറിയിട്ടേ. ഇപ്പം ഇത് രാവിലെ ചെയ്തിട്ട് വൈകുന്നേരം ആയിട്ടായാലും മതി. എന്നിട്ടേ നമ്മൾ പൊടിക്കാൻ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ജാറൊക്കെ കഴുകി ഉണക്കാൻ വെക്കാം. ഈ മുളക് നേരത്തെ വറുത്ത മുളക് തന്നെയാണേ. മൊത്തി പൊളിക്കാൻ വേണ്ടി കയ്യിലെടുത്ത് പിടിച്ചപ്പോൾ ഉണ്ടായിരുന്നേ, അല്ലാണ്ട് എക്സ്ട്രാ ചേർത്തിട്ടില്ല കേട്ടോ. അയ്യോ, കായം ചേർക്കണം, അത് ഇതിൻ്റെ മെയിനാണേ. കായം ഞാൻ ഇങ്ങനെയാട്ടോ എടുത്തു വെക്കുക. ഇതൊരു ചെറിയൊരു ടിപ്പാണേ. അല്ലെങ്കിൽ കായം കട്ടയായി പോകുന്ന ഒരു പ്രശ്നം വരും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു തുളയ്ക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അതിന് തുളയിടാതെ ഇതിങ്ങനെ ഊരിയിട്ട് ഇത് ഊരിയെടുക്കുക. എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് അതേപോലെ തന്നെ അടച്ചു വെക്കുക. ഞാനിപ്പോൾ ഇത്രയും പൊടിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂണ് കായപ്പൊടി നല്ലോണം എടുത്തിട്ടുണ്ടേ. തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനൊക്കെ നല്ല ചൂടുണ്ടാവൂലേ, ആ ചൂടിലേക്കാണ് നമ്മളിപ്പോൾ കായപ്പൊടി ഇട്ടത്. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കിയിട്ട് നന്നായിട്ട് ആറണം കേട്ടോ. നന്നായിട്ട് ആറിയാൽ മാത്രമേ നമ്മളിത് പൊടിക്കാൻ എടുക്കാൻ പാടുള്ളേ. പൊടിക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ചെറിയൊരു തരി, നമ്മളെ റവേൻ്റെ ഒക്കെ പൊടിയില്ലേ, അത്രയും ഫുൾ നൈസായിട്ട് പൊടിയണമെന്നില്ല. പക്ഷേ പുട്ടുപൊടീൻ്റെ ഭാഗവുമല്ല. അങ്ങനെ ആണ് പൊടിച്ചെടുക്കേണ്ടത്. ജാറിലൊന്നും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. ജാറിൽ മാത്രല്ലേ, ജാറിൻ്റെ അടപ്പിലും വെള്ളം വേണ്ട കേട്ടോ. ഇങ്ങനെ പൊടി ഉണ്ടാക്കി വെക്കാൻ കുറച്ച് പണിയാണ്. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ എളുപ്പമാണ്. ആദ്യം കുറച്ച് പണി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസം നല്ലോണം സുഖിക്കാം. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് പൊടിയോളം ഉണ്ടാവുകയെ. എല്ലാം കൂടി പൊടിച്ച് കഴിയുമ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സിൻ്റെ ഒന്നും ചിലപ്പോൾ ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം കുപ്പിയിലാക്കി വെക്കുക. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊടിയാണ് ഇത്. ഞാൻ ഇപ്പോൾ ദോശേൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇതിന് വേണമെങ്കിൽ നെയ്യും എടുക്കുക, പിന്നെ വെളിച്ചെണ്ണ എടുക്കുക. ഞാൻ ഇങ്ങനെ ഒരു സ്പൂൺ പൊടി വിളമ്പി അതിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചാലിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയിലാക്കുമ്പോൾ കുറച്ച് അൺഹെൽത്തി ആയി. ഈ ചോറിൻ്റെ കൂടെ എങ്ങനെയാണ് കൂട്ടുകയെന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ നെയ്യിൽ തന്നെ കേട്ടോ കൂട്ടുക. പൊടിയും ഇടുക, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. എന്നിട്ട് ഉരുട്ടി കഴിക്കുക. തൊണ്ടവേദനയായിട്ട് ശബ്ദമൊക്കെ വളരെ മോശമായിരിക്കുകയാണേ. ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് പൊടി ദോശയും ഉണ്ടാക്കേ. ദോശ ഉണ്ടാക്കിയിട്ട് നെയ്യ് തൂവിയിട്ട് അതിൻ്റെ മേളിൽ ഇതേ പൊടി ഇങ്ങനെ വിതറിയാൽ മതി കേട്ടോ. അപ്പം അത് പൊടി ദോശയായി. ഇതിപ്പോൾ നമ്മൾ വേറെ തന്നെ എടുത്തിട്ട് പൊടി കുഴച്ച് കഴിക്കുന്നു. രണ്ടും വ്യത്യാസമുണ്ടേ. ചമ്മന്തി അരയ്ക്കാനൊക്കെ തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ക്ഷാമല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം ഈ പൊടി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ഥിരം പരിപാടിയാക്കാലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ.